സമ്പത്തിൻ്റെ ദേവനാണ് കുബേരൻ. ഒരിക്കൽ തൻ്റെ സമ്പത്തിൽ അദ്ദേഹത്തിന് ചെറിയൊരു അഹങ്കാരം ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്കൊരു ചിന്ത വന്നു, അതായത് തൻ്റെ ഈ സമ്പത്തും സുഖ സൗകര്യങ്ങളൊക്കെ 4 പേരെ ഒന്ന് കാണിക്കണം. അപ്പോൾ അവരുടെ മുന്നിൽ ഒരാളാവാൻ ഒരാഗ്രഹം അദ്ദേഹത്തിന് വന്നു. അപ്പോൾ അതിനെന്താണൊരു വഴിയെന്ന് അദ്ദേഹം ചിന്തിച്ചപ്പോഴാണ് എന്തുകൊണ്ട് എല്ലാവർക്കും ഒരു വിരുന്ന് കൊടുത്തുകൂടാ. അപ്പോൾ ഒരു വിരുന്നിന് വരുമ്പോൾ തൻ്റെ ഈ സമ്പത്തും സുഖ സൗകര്യങ്ങളൊക്കെ അവരെ ഒന്ന് കാണിക്കാവില്ല, അങ്ങനെ അവരുടെ മുമ്പിൽ ആളാവുകയും ചെയ്യാം. ഈ വഴി കൊള്ളാമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഒരു വിരുന്ന് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിനായിട്ട് എല്ലാവരെയും അദ്ദേഹം ക്ഷണിച്ചു തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹം മഹാദേവൻ്റെ കാര്യം ആലോചിച്ചത്. ഉടൻ തന്നെ അദ്ദേഹം കൈലാസത്തിലെത്തുകയും മഹാദേവനെയും കുടുംബത്തെയും ഈ വലിയ വിരുന്നിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ കുബേരൻ്റെ ഈ ദുരുദ്ദേശം മഹാദേവന് മനസ്സിലാവുകയും അദ്ദേഹം പറഞ്ഞു, ഞാനും പാർവതീദേവിയും വരുത്തില്ല, പകരമായിട്ട് ഗണപതിയെ അങ്ങോട്ട് അയക്കാമെന്ന്. കുബേരന് സന്തോഷമായി. കുബേരൻ്റെ ഈ അഹങ്കാരം ഒന്ന് മാറ്റണമെന്ന് ഗണപതി ഉറച്ച തീരുമാനം എടുത്തു. അങ്ങനെ വിരുന്ന് വെച്ച് ആ ദിവസം എത്തുകയും എല്ലാ ക്ഷണിക്കപ്പെട്ട അതിഥികളൊക്കെ എത്തുകയും ചെയ്തു. കൂട്ടത്തിൽ ഗണപതിയെ എത്തി. അപ്പോൾ ഗണപതിയെ കണ്ടപ്പോൾ കുബേരന് ഭയങ്കര സന്തോഷമായി. ഉടൻ തന്നെ സ്വീകരിച്ച് കൊണ്ടുപോയി അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തു. അങ്ങനെ ഗണപതി ഭക്ഷണം കഴിച്ചു തുടങ്ങി. കഴിച്ച് അവസാനം കൊടുത്ത ആഹാരം എല്ലാം കഴിച്ച്, എന്നിട്ട് വീണ്ടും വിശക്കുന്നേന്ന് പറഞ്ഞിരിക്കുകയാണ്. കുബേരൻ ഉടൻ തന്നെ തൻ്റെ പരിചാരകളോടൊക്കെ പറഞ്ഞ് ഗണപതിക്ക് ആവശ്യമായ ഭക്ഷണം എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ കഴിച്ച് ഒടുവിൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ മറ്റ് അതിഥികൾക്കുള്ള ഭക്ഷണം മുഴുവൻ ഗണപതി ഒറ്റയ്ക്ക് കഴിച്ചു കഴിഞ്ഞു. ഇനി മറ്റാർക്കും ഒന്നും കഴിക്കാനില്ലാത്തൊരു സ്ഥിതിയായി. അപ്പോൾ കുബേരൻ ഗണപതി എടുത്ത് എന്ന് പറഞ്ഞ് ഇനി ഭക്ഷണം എല്ലാം തീർന്നു പോയി, ഇനി എൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ ഗണപതി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അപ്പോൾ കുബേരൻ്റെ അവിടെയുള്ള സ്വർണവും വൈഡൂര്യവും മറ്റ് സാധനങ്ങളും എല്ലാം എടുത്ത് ഭക്ഷിക്കാൻ തുടങ്ങി. എന്നിട്ട് ഗണപതി പറഞ്ഞ് എൻ്റെ വിശപ്പ് മാറിയില്ലെങ്കിൽ ഞാൻ കുബേരനെ പിടിച്ചു തിന്നുവെന്ന്. ഇത് കേട്ട് കുബേരനാകെ പേടിച്ചു പോയി. ഇനി എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം ചിന്തിച്ചപ്പോഴാണ് ഇനി തന്നെ രക്ഷിക്കാൻ മഹാദേവന് മാത്രമേ സാധിക്കത്തുള്ളൂ അദ്ദേഹത്തിന് മനസ്സിലായി. പിന്നെ ഒന്നും ചിന്തിച്ചില്ല. അദ്ദേഹം നേരെ കൈലാസത്തിലെത്തി പറഞ്ഞ്, മഹാദേവ, അങ്ങയുടെ പുത്രന് ഞാൻ അവിടെയുള്ള ഭക്ഷണ സാധനങ്ങൾ മുഴുവൻ കൊടുത്തു കഴിഞ്ഞു, എന്നിട്ടും അദ്ദേഹത്തിൻ്റെ വിശപ്പ് മാറിയില്ല. അതുകൂടാതെ അവിടെയുള്ള സാധനങ്ങളെല്ലാം അദ്ദേഹം ഭക്ഷിച്ചു. എന്നിട്ട് ഇപ്പോൾ പറഞ്ഞ് എന്നെ പിടിച്ചു നിന്നെന്നാണ് പറയുന്നത്, എന്നെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് കരയാൻ ഭാവിച്ച്. അപ്പോൾ മഹാദേവൻ ചോദിച്ചു, ഇത്രയും സമ്പന്നനായ കുബേരന് എൻ്റെ മോൻ്റെ വിശപ്പ് മാറ്റാൻ കഴിഞ്ഞില്ലേ എന്ന് മഹാദേവൻ ചോദിച്ചു. അപ്പോൾ കുബേരൻ ഇങ്ങനെ തല കുനിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് തൻ്റെ താൻ ചെയ്ത പ്രവൃത്തിയെപ്പറ്റി ഒരു ചെറിയൊരു ബോധം ഉണ്ടായത്. അപ്പോൾ തനിക്ക് മാപ്പ് നൽകണമെന്ന് ആവശ്യപ്പെട്ട് മഹാദേവൻ്റെ മുന്നിൽ അദ്ദേഹം കരഞ്ഞു. അപ്പോൾ മഹാദേവൻ പറഞ്ഞ് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് പാർവതീദേവി തയ്യാറാക്കിയ കുറച്ച് ഭക്ഷണം ഒരു പാത്രത്തിലാക്കി കൊടുത്തേച്ച് പറഞ്ഞ് ഇത് ഗണപതിക്ക് കൊണ്ട് കൊടുക്ക്, ഗണപതിയുടെ വിശപ്പ് മാറുമെന്ന്. ഇത് കേട്ട് കുബേരൻ മഹാദേവൻ കൊടുത്ത ആ ഭക്ഷണം ഗണപതിക്ക് ഭയഭക്തി ബഹുമാനത്തോടു കൂടി കൊടുത്തു. എന്നിട്ട് തൻ്റെ തെറ്റിന് മാപ്പ് തരണമെന്ന് അപേക്ഷിച്ചു. അപ്പം ആ ഭക്ഷണം ഗണപതി കഴിച്ച ഉടനെ ഗണപതിയുടെ വിശപ്പ് പൂർണ്ണമായിട്ട് മാറുകയും അദ്ദേഹം കുബേരനെ അനുഗ്രഹിച്ച് അവിടെ നിന്ന് യാത്രയായി.